പ്രാർത്ഥന. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മരണാസന്നനായപ്പോൾ സഹധർമ്മിണിയെ വിളിച്ച് ഇപ്രകാരം ഉപദേശിച്ചു: ഞാൻ മരിച്ച് മയ്യത്ത് മറമാടി കഴിഞ്ഞ ശേഷം നീ നമ്മുടെ 2 പെൺമക്കളെയും കൂട്ടി അബൂ ഖുബൈസ് മലയിൽ പോവണം. അവിടെ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഫുളൈൽ ജീവിച്ചിരുന്ന കാലമത്രയും അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് ഈ 2 പെൺകുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ നീ അദ്ദേഹത്തെ നിന്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ ഈ അനാഥ പെൺകുട്ടികളുടെ ഭാഗധേയം അദ്ദേഹം നിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫുളൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണാനന്തരം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം പത്നി 2 പെൺകുട്ടികളെയും കൂട്ടി അബൂ ഖുബൈസ് മലയിൽ ചെന്ന് ഭർത്താവ് ഉപദേശിച്ച പ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യാദൃശ്ചികമായി ആ സമയത്താണ് യമൻ ഗവർണർ അതുവഴി കടന്നു വന്നത്. 2 പെൺകുട്ടികളെയും അവരുടെ മാതാവിനെയും വിജനമായ മലമ്പ്രദേശത്ത് കണ്ടപ്പോൾ ഗവർണർ അവരുടെ അടുത്ത് ചെന്ന് കാര്യം തിരക്കി. ഫുളൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തെക്കുറിച്ചും അന്ത്യോപദേശത്തെക്കുറിച്ചും വിശദമായി കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു: പെൺകുട്ടികളെ എന്നോടൊപ്പം അയക്കുകയാണെങ്കിൽ എൻ്റെ പുത്രന്മാർക്ക് അവരെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കാം. തൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഫലമുണ്ടായതിനാൽ ഫുളൈലിൻ്റെ ഭാര്യ അത്യധികം സന്തോഷിച്ചു. 2 പെൺകുട്ടികളോടൊപ്പം അവരെയും ഗവർണർ യമനിലേക്ക് കൊണ്ടുപോയി. അനന്തരം പെൺകുട്ടികളെ തൻ്റെ പുത്രന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 2 പേർക്കും 1000 ദിർഹം വീതമാണ് മഹർ കൊടുത്തത്.